പ്രിയമുള്ളവരെ, കോവിഡ്-19 പശ്ചാത്തലത്തിൽ കഴിഞ്ഞ 8 മാസക്കാലമായി നമ്മുടെ ഇടവകയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കുർബാന ക്രമത്തിന്റെ പശ്ചാത്തലം നിങ്ങളുമായി ഒന്ന് ഷെയർ ചെയ്യുവാനാണ് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത്. പല ദേവാലയങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന കോവിഡ് മാനദണ്ഡ പ്രവർത്തനങ്ങളെ വിലയിരുത്തുവാൻ വേണ്ടി ഞാനും മറ്റു 2 കൈക്കാരന്മാരും ചേർന്ന് ഒന്ന് പരിശ്രമിക്കുകയുണ്ടായി. ഇൻട്രസ്റ്റിംഗ് ആയ പല കാര്യങ്ങളും ഞങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിച്ചു. അതിന്റെ വെളിച്ചത്തിൽ എനിക്ക് ഉറപ്പിച്ചും തറപ്പിച്ചും തന്നെ പറയുവാൻ സാധിക്കും, വി ആർ ഡൂയിങ് ദ ബെസ്റ്റ് കോവിഡ് പ്രോട്ടോകോൾ വർക്ക്സ് ഇൻ അവർ ചർച്ച്. നമ്മൾ ഗവൺമെന്റ് നൽകിയിരിക്കുന്ന എല്ലാ മാനദണ്ഡങ്ങളും കൃത്യമായും വ്യക്തമായും പാലിച്ചുകൊണ്ട് തന്നെയാണ് മുന്നേറുന്നത്. കുറച്ച് ബുദ്ധിമുട്ടുകൾ ഞങ്ങൾക്കുണ്ട് എങ്കിലും ഈ വക പ്രവർത്തനങ്ങളിൽ നിന്ന് ഒരു വിട്ടുവീഴ്ചയ്ക്കും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. പല ദേവാലയങ്ങളിലും ആദ്യം വരുന്ന 20 പേർക്കാണ് പ്രവേശനമെങ്കിൽ അത്തരം സാഹചര്യം സ്ഥിരം ഏതാനും വ്യക്തികൾക്ക് മാത്രമായി ഒതുങ്ങുന്നതായി മനസ്സിലായി. എന്നാൽ നമ്മൾ റെഗുലറായി വരുന്നവരുടെ ഒരു ഡാറ്റ തയ്യാറാക്കി അതിൽ നിന്ന് ഒരു റോസ്റ്റർ തയ്യാറാക്കി അതുവഴി ആഗ്രഹിക്കുന്ന ഏവർക്കും കുറഞ്ഞത് 2 കുർബാനയെങ്കിലും ഒരാഴ്ചയിൽ ലഭിക്കത്തക്ക വിധമാണ് റോസ്റ്റർ ക്രമീകരിച്ചിരിക്കുന്നത്. ഈ കാലയളവുകളിൽ 2 വ്യക്തികളെ എനിക്ക് തിരിച്ചയക്കേണ്ടി വന്നു എന്ന സത്യം വേദനയോട് കൂടി ഞാൻ ഇന്നും ഓർക്കുകയാണ്. ഒരാൾ കണ്ടെയ്ൻമെന്റ് സോണിൽ നിന്ന് വന്ന വ്യക്തി, മറ്റൊരാൾ വേറെ ഏതോ ഇടവകയിൽ നിന്ന് വന്ന് നാം അറിയാത്തൊരു വ്യക്തി. ഇതിലൊന്നും പെടാതെ വിശുദ്ധ കുർബാന ഏൽപ്പിച്ചും ബർത്ത്ഡേ, ആനിവേഴ്സറി എന്നിവ മൂലം വരുന്നവരെയും റോസ്റ്ററിൽ പ്രത്യേകമായി ഉൾപ്പെടുത്തണമെന്ന് വികാരിയച്ഛൻ നിർദ്ദേശിച്ചതനുസരിച്ച് അവരെ കൂടി ഞങ്ങൾ ഉൾപ്പെടുത്തുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, അത്തരക്കാര് 2 ദിവസം മുൻപെങ്കിലും ബർത്ത്ഡേയോ ആനിവേഴ്സറിയോ പ്രമാണിച്ച് നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ 2 ദിവസം മുൻപെങ്കിലും എന്നെ വിളിച്ചറിയിക്കുവാൻ നിങ്ങൾ മറക്കരുത്. കുർബാന ആരംഭിച്ചു കഴിഞ്ഞാൽ പല ദേവാലയങ്ങളിലും ദേവാലയത്തിന്റെ വാതിൽ അടച്ചിടുന്നതായി കാണുവാൻ സാധിച്ചു. കുർബാന ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നെ ആർക്കും അകത്തേക്ക് പ്രവേശനമില്ല. എന്നാൽ ഞങ്ങൾ രജിസ്റ്റർ ചെയ്തവരെ മുഴുവൻ കാത്ത് പലപ്പോഴും ഇരിക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇത്തരത്തിൽ ഒരു മാറ്റം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുകയാണ്. കാരണം കുർബാനയ്ക്ക് മുൻപ് തന്നെ എല്ലാവരും ദേവാലയത്തിനകത്ത് എത്തിച്ചേരുവാൻ വേണ്ടി പരിശ്രമിക്കണം. അങ്ങനെ ഒരു തീരുമാനം കൂടി വൈകാതെ എടുക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. രജിസ്റ്റർ ചെയ്തിട്ട് വരുവാൻ സാധിക്കുന്നില്ല എങ്കിൽ തലേ ദിവസം തന്നെ നിങ്ങൾ എന്നെ വിളിച്ചറിയിക്കണം. കാരണം നിങ്ങളുടെ ഒരു അശ്രദ്ധ കൊണ്ട് മറ്റൊരാളുടെ ബലിയർപ്പണം മുടങ്ങുവാൻ ഇടയാകരുത്. ഒരു കാര്യം എനിക്ക് ഉറപ്പു നൽകുന്നുണ്ട്, നിങ്ങൾ അത് നല്ലവരായ ഇടവകക്കാരുടെ വിശുദ്ധ കുർബാനയോടുള്ള അതിയായ ദാഹം തന്നെയാണ്. അതറിഞ്ഞു തന്നെയാണ് വികാരിയച്ഛൻ ഞായറാഴ്ചകളിൽ കുർബാനയുടെ എണ്ണം വർദ്ധിപ്പിച്ചതും. അദ്ദേഹത്തിന് ആരോഗ്യപരമായ പരിമിതികൾ ഉണ്ടായിട്ടും അതൊന്നും ഗവനിക്കാതെ അദ്ദേഹം നമ്മളോട് സഹകരിക്കുമ്പോൾ നാമും അദ്ദേഹത്തോട് സഹകരിക്കേണ്ട കടമ നമുക്കുണ്ട്. മറ്റൊരു കാര്യം കൂടി ഞാൻ എടുത്തു പറയുകയാണ്, എനിക്ക് ഇന്ന കുർബാനയ്ക്ക് തന്നെ വരണമെന്ന് ആരും വാശി പിടിക്കരുത്. റോസ്റ്റർ ആകുമ്പോൾ ഷെഡ്യൂളുകൾ മാറി മാറി വരും. അതൊക്കെ ഉൾക്കൊള്ളുന്നതാണ് അതിന്റെ ഒരു ഭംഗി. അതും കൂടി നിങ്ങൾ മനസ്സിലാക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. ഒരുപാട് അടുക്കും ചിട്ടയും പഠിപ്പിക്കുക കൂടി ചെയ്യുന്നുണ്ട് ഈ കോവിഡ് കാലം നമ്മുടെ ജീവിതത്തിൽ. ആ ചിട്ടകളൊക്കെ തുടർന്നും പാലിക്കുവാൻ നിങ്ങൾ ജീവിതത്തിൽ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണം. നമുക്ക് ഒന്നിച്ചു തന്നെ മുന്നേറാം. പൂർവ്വപിതാക്കന്മാരുടെ ആ വിശ്വാസ ധീരത ഓർക്കുക. ഇത്രമാത്രം സൗകര്യം നമ്മൾ ദേവാലയത്തിൽ ഒരുക്കിയിട്ടും പലരും ദീപബലി അർപ്പിക്കുവാൻ വിമുഖത കാണിക്കുന്നില്ലേ എന്ന ചോദ്യം എനിക്ക് ഉത്തരം കിട്ടാതെ ഇനിയും നിൽക്കുകയാണ്. അതേസമയം അന്യമതസ്ഥർ ഇപ്പോഴും കപ്പേളകളിലും ഗ്രോട്ടോയിലും വന്ന് പ്രാർത്ഥിക്കുന്ന പതിവ് ഈ കോവിഡ് കാലത്തും തുടരുന്നതായി ഞാൻ കാണുന്നുണ്ട് താനും. എന്തായാലും എല്ലാവരെയും പ്രത്യേകം ദിവ്യബലിയിൽ സമർപ്പിക്കുകയാണ്. വൈകാതെ
അധികം വൈകാതെ നാം എല്ലാവരും തിരുസന്നിധിയിൽ ഒരുമിച്ച് വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന ദിവസം അതിവിദൂരമല്ല എന്ന പ്രത്യാശയും